JP Astro ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദശാകാലത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇന്ന് നമുക്ക് ആദിത്യ ദശാകാലം, അതിൻ്റെ പൊതുവായ ചില കാര്യങ്ങളും ദശാഫലത്തിൻ്റെ ചില പൊതുവിവരങ്ങളുമാണ് പറയുന്നത്. ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, ഈ ദശാഫലം പറയുന്നത്, അപഹാരകാലം പറയുന്നത് പൊതുവായ കാര്യമാണ്. ഇപ്പോൾ ഓരോരുത്തരുടെയും ജാതകത്തിൽ ആദിത്യൻ ഓരോ രാശിയിലായിരിക്കും. ചിലപ്പോൾ നല്ല ബലമുള്ള രാശിയിലായിരിക്കും, ചിലപ്പോൾ ദുർബലനായിരിക്കും, ചിലപ്പോൾ നമുക്ക് ഇഷ്ടഭാവത്തിൽ അനുകൂല ഭാവത്തിലായിരിക്കും, ചിലപ്പോൾ അനുകൂലമല്ലാത്ത ഭാവത്തിലായിരിക്കും. അങ്ങനെ പല രീതിയിൽ ഓരോരുത്തർക്കും ഓരോ മാസത്തിൽ ജനിക്കുന്നവരുടെ 12 മാസത്തിലും ജനിക്കുന്നവരുടെ ആദിത്യൻ നിൽക്കുന്നത് 12 രാശിയിലായിരിക്കും. അപ്പോൾ അത് പൊതുവായ കാര്യങ്ങൾ നോക്കുമ്പോൾ പലർക്കും നല്ലതും ചീത്തയുമായ അനുഭവങ്ങൾ വരാറുണ്ട്. അപ്പോൾ ദശാകാലവും അതുപോലെ തന്നെ അതിൻ്റെ ഫലവും നമ്മൾ കണക്കാക്കുമ്പോൾ ഇവിടെ പറയുന്നത് പൊതുവായിട്ടുള്ളതേ പറയാൻ പറ്റൂ എന്നുള്ളത് നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളതാണ്. ഓരോ ഗ്രഹങ്ങളുടെയും ദശാഫലങ്ങൾ പ്രസ്തുത ആ ഗ്രഹം ജാതകാൽ ഏത് ഭാവത്തിൽ നിൽക്കുന്നു, ഏത് ഭാവത്തിൻ്റെ ആധിപത്യമാണ് അതിനുള്ളത് എന്നൊക്കെ അനുസരിച്ചും അതിൻ്റെ സൂക്ഷ്മമായ ബലാബലങ്ങളുടെ സ്ഥിതി അനുസരിച്ചും മാത്രമേ ഗുണവും ദോഷവും വേർതിരിച്ച് അറിയാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. എങ്കിലും പൊതുവായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, സൂര്യദശാകാലം, ആദിത്യൻ്റെ ദശാകാലത്ത് സാധാരണയായും അത് നല്ല ഫലം ചെയ്യാറില്ല എന്നുള്ളതാണ്. ആദിത്യദശയിൽ അലച്ചിലാണ് എന്ന് പഴഞ്ചൊല്ലുണ്ട്. അപ്പോൾ വിചാരിക്കാത്ത തരത്തിലുള്ള രാജകോപം എന്ന് പറഞ്ഞാൽ നമ്മുടെ സർക്കാർ ജീവനക്കാർക്ക് സർക്കാരിൽ നിന്നുള്ള ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളായിരിക്കും. ഒന്നുകിൽ ട്രാൻസ്ഫർ ആയിരിക്കാം, അല്ലെങ്കിൽ പണിഷ്മെൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ വാണിംഗ് ആയിരിക്കാം. ഏത് തരത്തിലുള്ള കാര്യമായാലും അതാണ് ഈ രാജകോപം എന്നതുകൊണ്ട് പണ്ടത്തെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ സ്വന്തക്കാർക്ക്, ആദിത്യൻ എന്ന് പറയുമ്പം പിതാക്കന്മാരെയും ഗുരുജനങ്ങൾ, അതായത് വീട്ടിലെ പ്രായമുള്ള ആൾക്കാരെയും പിതാവിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നവരെയും ഒക്കെ സൂചിപ്പിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് രോഗസാധ്യതകളും അതുപോലെ പരസ്പരം വിരോധം, മാനസികമായ ഒരു അടുപ്പമില്ലാത്ത അവസ്ഥയും, അതുപോലെ സാമ്പത്തികമായ നഷ്ടവും, ഭാര്യയും കുട്ടികളുമൊക്കെ ആയിട്ടുള്ള ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും, ഇതെല്ലാം തന്നെ സ്വാഭാവികമായിട്ടും ആദിത്യദശയിൽ വരുന്ന കാര്യമാണ്. അപ്പോൾ ഒരുമാതിരി ദേഷ്യവും കോപവും അതുപോലെ എന്തും ഞാൻ സാധിച്ചു കളയും എന്നുള്ള ഒരു ക്രൂര സ്വഭാവവും അത്തരത്തിലുള്ള ചില പോക്കുകളും, അങ്ങനെ കാശുണ്ടാക്കുന്നവരുമുണ്ട്, കലഹത്തിലൂടെയും അതുപോലെ ഭീഷണിയിലൂടെയും. അങ്ങനെയൊക്കെ പല രീതിയിൽ കാര്യങ്ങൾ സാധിക്കുകയും അവരുദ്ദേശിക്കുന്ന രീതിയിലുള്ള ഗുണങ്ങൾ അവരുണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങളുമുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ പൊതുവെ നോക്കുമ്പോൾ ആദിത്യൻ ഏതു ഭാവത്തിലാണ് നിൽക്കുന്നത്, അത് എത്രാം ഭാവത്തിലാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്കിത് സ്ഥിരീകരിക്കാൻ പറ്റൂ. ചിലപ്പോൾ നല്ല, ഇതിനേക്കാൾ വളരെ മെച്ചപ്പെട്ട ഫലമായിരിക്കാം, ചിലപ്പോൾ ഇച്ചിരി മോശപ്പെട്ട ഫലവുമായിരിക്കാം. അപ്പോൾ ഇത് പൊതുവായിട്ടുള്ള കാര്യം എന്നുള്ളതാണ്. ഇനി ആദിത്യദശയിൽ ചന്ദ്രൻ്റെ അപഹാരം വരുന്നത് എന്ന് പറഞ്ഞാൽ കേതു, ശുക്രൻ, ആദിത്യൻ, ചന്ദ്രൻ. അപ്പോൾ ആദിത്യൻ്റെ അപഹാരം കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ചന്ദ്രൻ്റെ അപഹാരമാണ്. ആ ചന്ദ്രൻ്റെ അപഹാരം എന്ന് പറയുമ്പോൾ ചന്ദ്രനെ പോലെയാണ് അതിൻ്റെ ഫലം. അതായത് ചന്ദ്രന് സ്ഥിരതയൊന്നുമില്ല. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചന്ദ്രൻ 48 മിനിറ്റ് വീതം പ്രകാശം കൂടിക്കൂടി വെളുത്തവാവിലേക്ക് വരുന്നു, വീണ്ടും കുറഞ്ഞ് അമാവാസി അല്ലെങ്കിൽ കറുത്തവാവിലേക്കും വരുന്നു. അപ്പോൾ പൗർണമിയും അമാവാസിയും തമ്മിലുള്ള അന്തരം എന്ന് പറയുന്നത് ഏറ്റക്കുറച്ചിലാണ്. അതുപോലെ തന്നെ ചന്ദ്രൻ ഏതവസ്ഥയിലാണോ നമ്മൾ ജനിക്കുമ്പോൾ ആ നക്ഷത്രം അത് ബലമുള്ള അവസ്ഥയിലും പൗർണമി നാളിലോ അല്ലെങ്കിൽ പക്ഷബലമുള്ളപ്പോഴോ ഒക്കെ ആണെങ്കിൽ വളരെ ഗുണമായിരിക്കും ഈ അപഹാരകാലം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നല്ല മനസ്സിന് സന്തോഷം, എല്ലാ കാര്യങ്ങളും സാധിക്കാനുള്ള ഒരു സാധ്യതയും, അതുപോലെ സുഖഭോജനം, അതായത് നമുക്ക് സുഖവും അതുപോലെ നല്ല ഭക്ഷണവും സുഖസൗകര്യങ്ങളുമൊക്കെയുള്ള സന്തോഷപ്രദമായ ഒരു അവസ്ഥ, ഭാര്യമാരും പുത്രന്മാരുമൊക്കെ ആയിട്ട് കുടുംബ സമേതം അവർ വളരെ സന്തോഷമായിട്ട് കഴിയുന്ന ഒരു സാഹചര്യം. അതുപോലെ ആഭരണങ്ങൾ, വസ്ത്രങ്ങൾ, രത്നങ്ങൾ, പാരിതോഷികങ്ങൾ, പശു, ഭൂമി, ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ
ഉയർച്ചയ്ക്കും സന്തോഷത്തിനും അഭിവൃദ്ധിക്കും വേണ്ടുന്ന പലതും നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് ആദിത്യ ദശയിലെ ചന്ദ്രൻ്റെ അവഹാരകാലം. ഇങ്ങനെ ലഭിക്കണമെങ്കിൽ ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, ചന്ദ്രന് ബലമുണ്ടായിരിക്കണം എന്നുള്ളത്. ഇനി അടുത്തത് ചന്ദ്രൻ ചൊവ്വ എന്നാണ്. അപ്പോൾ ചന്ദ്രൻ കഴിഞ്ഞാൽ അടുത്ത അവഹാരം വരുന്നത് ചൊവ്വയുടെയാണ്. ചൊവ്വയുടെ ദശ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ചൊവ്വയുടെ സ്വഭാവം പോലെ തന്നെ ഇച്ചിരി ദേഷ്യം, കോപം, അതുപോലെ എടുത്തുചാട്ടം, ഈ സാഹസം, ഇതെല്ലാം കാണിക്കുന്ന ഒരു ഗ്രഹമാണ് ചൊവ്വ. അപ്പോൾ അഗ്നിസംബന്ധമായ പ്രവൃത്തി, അതുപോലെ രാജാവിന് യുദ്ധം, ഔഷധം, ഇങ്ങനെയൊക്കെ വരും. അതായത് മിക്കവാറും ഇവരെല്ലാം പ്രതിരോധ സേന എന്ന് പറയുന്ന പോലെ വല്ല പട്ടാളക്കാരോ പോലീസുകാരോ അല്ലെങ്കിൽ അതിർത്തി രക്ഷാസേനയോ പ്രതിരോധ സേനയിൽ വരുന്ന കാര്യങ്ങൾ സർക്കാരുമായിട്ടൊക്കെ ബന്ധപ്പെടുന്നു. അല്ലാത്തവരാണെങ്കിൽ തന്നെ വീറും വാശിയും എടുത്തിയാട്ടവും ഒക്കെ കൊണ്ട് അവരിങ്ങനെ ജീവിച്ചു പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ചിലപ്പോൾ ചൊവ്വയുടെ അവസ്ഥ അനുസരിച്ച് തന്നെ അവരുടെ ജീവിതത്തിൽ ഒരുപാട് ഗുണങ്ങളും ഉണ്ടാകാം, അതുപോലെ തന്നെ മോശവും ഉണ്ടാകാം. പിന്നെ കൊട്ടേഷൻ സെറ്റ് വരെ അതിനകത്ത് വരാം. അതുപോലെ തന്നെ നല്ല ഓഫീസ് റാങ്കിലുള്ള നല്ല ഉദ്യോഗസ്ഥന്മാരും അതിനകത്ത് വരാം. കാരണമെന്ന് പറഞ്ഞാൽ ഈ ധൈര്യം, വീര്യം, പരാക്രമം ഇതൊക്കെയാണല്ലോ. അപ്പോൾ അത് നല്ലതിന് വേണ്ടിയും വിനിയോഗിക്കാം, മോശത്തിന് വേണ്ടിയും വിനിയോഗിക്കാം. ഇങ്ങനെ ഇതിലേതാണ് എന്നറിയാൻ ജാതകത്തിലെ ചൊവ്വയുടെ അവസ്ഥ അനുസരിച്ച് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കൂ എന്നുള്ളതാണ്. അപ്പം ഇത്തരത്തിലുള്ള ഒരു ജീവിതത്തിൽ പലരും സ്വജന വിരോധം, ബന്ധുവിരോധം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്തിൽ മോശമാണെങ്കിൽ വരാം. ഭാര്യയ്ക്ക് പോലും ചിലപ്പോൾ സഹിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. നല്ല അവസ്ഥയിലാണെങ്കിൽ അത് വളരെ നല്ല നിലയിൽ അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നു എന്നുള്ളതുമാണ്. പിന്നെ ചൊവ്വ എന്ന് പറയുമ്പോൾ ഉള്ള ഒരു പ്രശ്നമാണ് മുമ്പേ പറഞ്ഞ പോലെ ഇച്ചിരി സാഹസവും എടുത്തിയാട്ടവും മുൻകോപവും ദേഷ്യവും ഇച്ചിരി ചൂടുമൊക്കെ. അതൊക്കെ ഒന്ന് നിയന്ത്രിച്ചാൽ സാധാരണഗതിയിൽ ചൊവ്വയുടെ അവഹാരകാലമൊക്കെ വലിയ കുഴപ്പമില്ലാതെ പോകും എന്നുള്ളതാണ്. പിന്നീട് വരുന്ന ചന്ദ്രൻ, ചൊവ്വ, അത് കഴിഞ്ഞാൽ പിന്നെ ബുധൻ്റെ ദശാകാലം നമ്മളെടുത്താൽ ഇപ്പോൾ ഓരോന്നിനെയും അതിൻ്റെ ക്രമം അനുസരിച്ച് അങ്ങ് പറയുകയാണ്. അപ്പം ആദിത്യം പറഞ്ഞു, ചന്ദ്രൻ പറഞ്ഞു, ചൊവ്വ പറഞ്ഞു, ഇനിയും ബുധൻ പറയാം. കാരണം തെറ്റി പറയുമ്പോൾ നിങ്ങൾക്കൊരു പക്ഷേ അത് കൺഫ്യൂഷൻ ആയേക്കാം. ബുധൻ്റെ ദശാകാലം എന്ന് പറയുമ്പോൾ ബന്ധുക്കളുമായിട്ടുള്ള ഒരു സൗഹൃദം, അതുപോലെ ബന്ധുക്കളുമായിട്ടുള്ള യോജിപ്പ്, അവരിൽ നിന്നുള്ള ഗുണം, അതുപോലെ വിദ്യാഭ്യാസപരമായിട്ടുള്ള ആ ഒരു കഴിവ്, അതിൻ്റെ പ്രയോജനം, പിന്നെ ഗുരുക്കന്മാരുമായിട്ടും അതുപോലെ നമ്മുടെ കുടുംബവുമായിട്ടും അല്ലെങ്കിൽ സ്കൂളുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട ഉന്നതന്മാരായ നല്ല ആൾക്കാരുമായിട്ടുള്ള ബന്ധം, ആ പിന്നെ ഒരു അനുഗ്രഹം, ഗുരുപ്രസാദം എന്നൊക്കെ പറയത്തില്ലേ. അപ്പോൾ അതുപോലെ പരോപകാര തൽപരം, അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു സഹായം, നല്ലൊരു മനസ്ഥിതി, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അതുപോലെ കുട്ടികളുമായിട്ടും കുടുംബവുമായിട്ടുമൊക്കെ സന്തോഷമായിട്ട് ജീവിക്കുന്നത്, നല്ല വിദ്യാഭ്യാസം ഉണ്ടാകുന്നത്, നല്ല ജോലി ഉണ്ടാകുന്നത്, അതുപോലെ നല്ല ഉയർച്ച ഉണ്ടാകും, ഇതെല്ലാം തന്നെ ബുധൻ്റെ ജാതകത്തിലെ അവസ്ഥയനുസരിച്ചും ഭാവസ്ഥിതി അനുസരിച്ചും മാത്രമേ നമുക്ക് പറയാൻ സാധിക്കൂ എന്നുള്ളതാണ്. അപ്പം ബുധൻ ഏകദേശമൊക്കെ വലിയ കുഴപ്പമില്ലെങ്കിൽ നല്ല അവഹാരകാലം ഒരു കുഴപ്പവും ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ് ആദിത്യൻ്റെ ദശാകാലത്ത്. എന്നാൽ ബുധൻ മോശമാണ്, നീചരാശിയിലോ അല്ലെങ്കിൽ വളരെ മോശമാണെങ്കിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ പറ്റില്ല, ഒരുപാട് പഠിക്കാൻ പറ്റില്ല, അത്തരത്തിൽ ബുദ്ധിയിലും കഴിവിലുമൊക്കെ ഇച്ചിരി അപാകതയും കുറവും ഒക്കെ വരാം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അതുപോലെ ബന്ധുക്കളുമായിട്ടൊക്കെ യോജിച്ച് അല്ലെങ്കിൽ സഹകരിച്ച് വളരെ ഫ്രീ ആയിട്ട് പോകുന്നതിന് പകരം ഒരു ഇടുങ്ങിയ മനസ്സിൽ അങ്ങനെ ഒന്ന് ഒതുങ്ങിപ്പോകുന്ന ഒരു സ്വഭാവം, ഇങ്ങനെയൊക്കെ വരാം. ഇനി വ്യാഴത്തിൻ്റെ അവഹാരം നമ്മൾ കണക്കിലെടുത്താലോ, വ്യാഴദശയിൽ ധർമ്മമാണ് അതിനകത്ത് ഏറ്റവും ധാർമ്മികത. ഒരാളുടെ ജീവിതത്തിൽ എത്രത്തോളം അയാൾ ധർമ്മിഷ്ഠനാണ്, ധാർമ്മികത, അതായത് വേണ്ടതെന്താണ്, വേണ്ടാത്തതെന്താണ്. അപ്പോൾ ആ ധാർമ്മിക ബോധമുണ്ടെങ്കിൽ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ ഉപദേശിക്കുകയും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ പിന്നെ വ്യാഴമെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും അത് നല്ലതാണെങ്കിൽ പ്രയോജനപ്പെടുന്നു എന്നുള്ളതാണ്. അത് കുടുംബജീവിതത്തിലായാലും ജോലിയിലായാലും വ്യക്തിപരമായിട്ടായാലും നമ്മുടെ വ്യക്തിത്വത്തെക്കുറിച്ച് മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് ധരിക്കുന്ന കാര്യത്തിലായാലും വ്യാഴം ഒരുവിധം നല്ല നിലയിലാണെങ്കിൽ അത് ഒരുപാട് ഗുണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കും എന്നുള്ളതാണ്. മോശമാണെങ്കിൽ എന്ന് പറഞ്ഞാൽ വ്യാഴം നീചരാശിയിലോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു ഗുണവും ചെയ്യാത്ത ഒരു സാഹചര്യത്തിലോ ആണ് നിൽക്കുന്നത് എങ്കിൽ
വ്യാഴദശ കൊണ്ട് വ്യാഴത്തിൻ്റെ അപഹാരം വരുമ്പോൾ അതിന് അത്ര വലിയ മേന്മയൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഇനി നമ്മൾ ശുക്രൻ്റെ എടുത്താൽ ശുക്രൻ്റെ അപഹാരം എന്ന് പറയുമ്പോൾ ഈ ആദിത്യദശയിലെ കാര്യമാണ് പറഞ്ഞു വരുന്നതെന്ന് മറക്കരുത്. അപ്പോൾ ശുക്രൻ്റെ കാര്യം എടുത്താൽ ശുക്രൻ സുഖഭോഗങ്ങളെ തരുന്നത് ഭൗതിക ജീവിതത്തിലെ സുഖം, ലൗകിക ജീവിതവും ഭൗതിക ജീവിതവും. നമ്മൾ കുടുംബപരമായി ജീവിക്കുമ്പോൾ ഇഷ്ടങ്ങളും അതുപോലെ സുഖവും ആഡംബരവും ഇതെല്ലാം തരുന്നത് ശുക്രനാണ്. അപ്പോൾ ആ ശുക്രൻ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ ആ വീട്ടിൽ നമ്മുടെ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സാമഗ്രികളും, നല്ല വസ്ത്രം, അതുപോലെ നല്ല കിടക്ക, വീട്ടുപകരണങ്ങൾ, അതുപോലെ വാഹനം, വീട്, അതുപോലെ നല്ല ഭാര്യയും ഭർത്താവും, അതായത് കളത്രം, ആ കുടുംബജീവിതം എന്ന് പറയുമ്പോൾ അവർ തമ്മിലുള്ള ആ ഒരു ഐക്യം, യോജിപ്പ്, അതുപോലെ രതിസുഖം, ഇതെല്ലാം ശുക്രൻ ആണ് നമുക്ക് ദാനം ചെയ്യുന്നത്. അതുപോലെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സ്ത്രീകൾ ഒരു കുടുംബത്തിൽ അവർ പിന്നെ ഐശ്വര്യ ദേവതകളാണ്, അല്ലെങ്കിൽ മഹാലക്ഷ്മിയാണ്. അതുപോലെ തന്നെ തിരിച്ചും പറയാറുണ്ട്, പിന്നെ കൊള്ളത്തില്ലെന്നും പിന്നെ ബോധമില്ലെന്നും അങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ ശുക്രൻ അത്ര മോശമല്ലാത്ത നിലയിൽ, അതായത് നീചരാശിയോ ശത്രുരാശിയിലോ വലിയ പാപഗ്രഹങ്ങളുടെ ചൊവ്വയുടെയും ശനിയുടെയും ഒന്നും ബന്ധമൊന്നും ഇല്ലാതെയൊക്കെയാണ് ശുക്രൻ നിൽക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ശുക്രൻ്റെ അപഹാരകാലമായാലും ദശാകാലമായാലും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടാവും, അത് ഒരുപാട് പുണ്യമുണ്ടാകും എന്നുള്ളതാണ്. ഇനി ശനിയുടെ കാര്യം എടുത്താൽ ശനി നമുക്ക് തന്നെ അറിയാം, ശനി സ്വാഭാവികമായിട്ട് ഇച്ചിരി അലസത ഉണ്ടാക്കുന്ന ആളാണ്. അതുപോലെ തന്നെ ഇച്ചിരി സ്പീഡില്ലാതെ വളരെ പതുക്കെ മന്ദഗതിക്കാരനാണ്, വളരെ സ്ലോയിൽ എന്തോ വേണം പിന്നാട്ടെ എന്നൊക്കെ ഉള്ള ഒരു ചിന്താഗതിയൊക്കെ ഉണ്ടാവും. അത് നല്ല നിലയിലാണ്, അതായത് മകരത്തിലോ കുംഭത്തിലോ അതുപോലെ ഉച്ചരാശിയായ തുലാത്തിലോ അല്ലെങ്കിൽ വ്യാഴത്തിൻ്റെ ക്ഷേത്രമായ മീനത്തിലോ അല്ലെങ്കിൽ ധനുവിലോ ഇങ്ങനെയൊക്കെ ഉള്ള രാശിയിലും അതുപോലെ തന്നെ 6, 8, 12 ഭാവമൊന്നും അല്ലാതെ നിൽക്കുന്ന സാമാന്യപ്പെട്ട രീതിയിൽ വലിയ കുഴപ്പമൊന്നുമില്ലാത്ത ശനിയാണെങ്കിൽ ആ ശനി കൊണ്ട് നമ്മൾ ഇപ്പോൾ ജോലി ചെയ്യിക്കുന്നവരാണെങ്കിൽ ഭൃത്യന്മാർ, സാധുക്കൾ, ഇങ്ങനെയൊക്കെയുള്ള, അപ്പോൾ അവരെ കൊണ്ടൊക്കെ നമുക്ക് ഒരുപാട് ഗുണമുണ്ടാകുന്നു എന്നുള്ള, കൃഷിയെ സംബന്ധിച്ചും അതുപോലെ കൃഷിക്കാരെ സംബന്ധിച്ചും ഉള്ള കാര്യത്തിലൊക്കെ വളരെയേറെ ഗുണമാണ് ഈ ശനിയുടെ ഒരു കാര്യം എന്ന് പറയുന്നത്. എന്നാൽ ശനി മോശവാനാണെങ്കിലോ അത് ഏറ്റവും പ്രധാനപ്പെട്ട ശുക്രനുമായിട്ടൊക്കെ ഒരു ബന്ധം വന്നാൽ അപവാദം കേൾക്കാം, ആവശ്യമില്ലാത്ത സ്ത്രീകളുമായിട്ടൊക്കെ അടുപ്പമുണ്ടായി നമ്മുടെ ജീവിതം ചിലപ്പോൾ കോഞ്ഞാട്ടയാവാം. ഇങ്ങനെയൊക്കെയുള്ള ദോഷഫലങ്ങളും ഈ ശനിയുടെ അപഹാരത്തിലും ശനിദശാകാലത്തിലുമൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അത് ശനിയുടെ ആ ഒരു ബന്ധം, അതുപോലെ ബലം, അതുപോലെ ഏത് ഭാവത്തിലാണ് നിൽക്കുന്നത്, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് ഒരു ഫുൾ വിലയിരുത്തൽ നടത്താൻ പറ്റും. അത് പിന്നീട് ഉള്ളതാണ് രാഹുദശയും രാഹുവിൻ്റെ അപഹാരമൊക്കെ. അപ്പോൾ രാഹുവിൻ്റെ അപഹാരത്തെ സംബന്ധിച്ച് രാഹുവിന് ഒരു പൊതുവായ കാര്യം പറയുമ്പോൾ ഇതല്പം കുറുക്കു വഴിയിൽ ചിന്തിക്കുന്നതും എളുപ്പവഴിയിൽ ചിന്തിക്കുന്നതുമായ കാര്യമാണ്. പിന്നെ മറ്റൊന്നെന്ന് പറഞ്ഞാൽ ഇതിന് വിഷവുമായി അല്ലെങ്കിൽ പോയിസണുമായി ഒരു ബന്ധമുള്ള ഒരു ഗ്രഹമാണ് രാഹു. സ്വന്തമായിട്ട് ഇതിനൊരു കഴിവുമില്ല എന്നുള്ളതാണ്. അതായത് എവിടെയാണോ രാഹു കേതുക്കൾ നിൽക്കുന്നത് ആ നിൽക്കുന്ന സ്ഥലത്ത് ഏത് ഗ്രഹമാണോ കൂടെയുള്ളത് അവരുടെ ആനുകൂല്യങ്ങളെ പിടിച്ചെടുത്ത് അത് എൻ്റേതാക്കി കാണിച്ചു കൊടുക്കുന്ന ഒരു സ്വഭാവമാണ് പൊതുവെ. അല്ലാതെ സ്വന്തമായിട്ട് ഒരു പിന്നെ ഒരു തീരുമാനമോ അല്ലെങ്കിൽ ഒരു കഴിവോ ഈ രാഹുവിന് ഇല്ല എന്നുള്ളതാണ്. ഇപ്പം വ്യാഴത്തിൻ്റെ കൂടെയാണ് നിൽക്കുന്നതെങ്കിൽ വ്യാഴത്തിൻ്റെ കുറേ നല്ല ഗുണങ്ങളെ ഇത് പിടിച്ചെടുക്കുന്നു, എന്നിട്ട് രാഹു ഇതെൻ്റെ വകയായിട്ട് കാണിക്കുന്നു. അതുപോലെ ചൊവ്വയുടെ ശനിയുടെ കൂടെ ആണെങ്കിൽ മോശമായ ചില അവസ്ഥകൾ അത് നിൽക്കുന്ന രാശിയുടെയും കൂടെ അനുഭവത്തിലാണ്. അപ്പോൾ അങ്ങനെ അതുപോലെ രാഹു നിൽക്കുന്ന ക്ഷേത്രം ഏതാണ്, അത് ശുഭക്ഷേത്രമാണോ പാപക്ഷേത്രമാണോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ചിലരുണ്ടല്ലോ ആരെങ്കിലും ചെയ്യുന്ന, ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നമ്മുടെ ഇടയിലും അത്തരം ആൾക്കാരുണ്ട്. ആരെങ്കിലും ചെയ്യുന്ന കാര്യങ്ങൾ ഇത് ഞാൻ ചെയ്തതാണ് എന്ന് വരുത്തി തീർത്ത് ആളായി കാണിക്കുന്നു, അല്ലെങ്കിൽ വലിയ കഴിവുള്ള ആളായി കാണിക്കുന്നു എന്നുള്ള ചില ആൾക്കാരൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട് എന്ന് പറഞ്ഞതുപോലെയാണ് ഈ രാഹുവിൻ്റെ സ്ഥിതി. അപ്പോൾ ഒന്ന് കുറുക്കു വഴിയെ ചിന്തിക്കുന്നു, മറ്റൊന്ന് പോയിസൺ. ഈ പോയിസൺ എന്ന് പറയുന്നത് വിഷജീവിയാകാം, കെമിക്കലാകാം, പിന്നെ അതുപോലെ തന്നെ ഏത് വിധത്തിലും നമ്മുടെ ശരീരത്തും അതുപോലെ തന്നെ മണ്ണിലും നമ്മൾ ജീവിക്കുന്ന ആ ചുറ്റുപാടിലെല്ലാം ഉണ്ടാകാവുന്ന വിഷത്തെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹം കൂടിയാണ് ഈ
പിന്നെ രാഹു. അപ്പോൾ അത് ശുഭന്മാരോട് കൂടെ നിൽക്കുമ്പോൾ അല്പം ശുഭഫലവും, പാപന്മാരോട് കൂടി നിന്നാൽ അത് അത്ര ഗുണമല്ലാത്ത ഒരു സ്ഥിതിയും ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഇനി രാഹു കഴിഞ്ഞാൽ പിന്നീടുള്ളത് കേതു. കേതുവിൻ്റെ കാര്യവും ഇതൊക്കെ തന്നെയാണ്. സാധാരണഗതിയിൽ ഈ ആയുധം കൊണ്ട് അതുപോലെ പിന്നെ മറ്റുള്ളവരിൽ നിന്ന് ഒക്കെ ഉള്ള ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാകാം, രോഗസംബന്ധമായ വിഷയങ്ങളുണ്ടാകാം. ഇങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ, അഗ്നിഭയം, ഇതെല്ലാം തന്നെ ഈ രാഹു കേതുക്കളുടെ ഒരു പൊതു സ്വഭാവമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ രോഗത്തെക്കുറിച്ച് പറയുമ്പം ഓരോന്നിനും ഓരോ രോഗത്തിൻ്റെ അവസ്ഥകളുണ്ട്. ഇത് നമ്മൾ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. കാരണം ഇപ്പോൾ ചൊവ്വയെ സംബന്ധിച്ചും പറയുമ്പം 6, 8 ഭാവങ്ങൾ വരുമ്പം 6-ാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ നമുക്ക് അനുകൂലമായിട്ടല്ല നിൽക്കുന്നത് എങ്കിൽ, അതായത് 6-ാം ഭാവാധിപനായ ചൊവ്വ ഏതെങ്കിലും അനിഷ്ടഭാവത്തിലാണ് നിൽക്കുന്നത് എങ്കിൽ, അതുകൊണ്ട് തന്നെ നമുക്ക് ഉദ്ദേശിക്കാൻ പറ്റാത്ത ചില രോഗങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടായി വരും. കാരണം അതിനകത്ത് രക്തം സംബന്ധമായിട്ട് വരാം, അതുപോലെ എന്ന് പറഞ്ഞാൽ ബ്ലഡ് ക്യാൻസർ വരെ വരാം. അതുപോലെ തന്നെ ഈ ക്യാൻസറിൻ്റെ ചില വകഭേദങ്ങളും ഈ ചൊവ്വയ്ക്കൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ വിഷയം അത്തരം കാര്യങ്ങളല്ല. അപ്പം ദശാകാലവും അപഹാരകാലവും എങ്ങനെയായിരിക്കും എന്ന് നമ്മൾ കണക്കാക്കുമ്പോൾ ഇത്രയും പറഞ്ഞത് സൂര്യദശ എങ്ങനെയാണ്, സൂര്യദശയുടെ അപഹാരകാലം എങ്ങനെയാണ് എന്നുള്ളതാണ്. അപ്പോൾ അപഹാരം കണ്ടുപിടിക്കുമ്പം ആദ്യമേ നമ്മൾ ഓർക്കണം, ആദിത്യൻ കഴിഞ്ഞ് കേതു, ശുക്രൻ, ആദിത്യൻ, ചന്ദ്രൻ, ചൊവ്വ, രാഹു, വ്യാഴം, ശനി, ഇങ്ങനെയാണ് അതിൻ്റെ ആ ക്രമം. ഞാൻ പിന്നെ നിങ്ങളുമായിട്ട് പറഞ്ഞത് ഇപ്പം സൂര്യൻ, ചന്ദ്രൻ, ബുധൻ, ഗുരു, ശുക്രൻ, ശനി, രാഹു, കേതു, ഈ ഒരു ക്രമത്തിലാണ് എന്ന് മാത്രം. അത് ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു ദശാനാഥനും ദശാവർഷവും ഒക്കെ പറഞ്ഞ് ആ ക്രമത്തിലാണ് ഓരോ ഗ്രഹങ്ങളുടെയും ദശാകാലവും അപഹാരകാലവും വരുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർ കൂടി ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞാണ്. പലരും ഈ നക്ഷത്രദശയെക്കുറിച്ചും ദശാകാലത്തെക്കുറിച്ചുമൊക്കെ പല സംശയങ്ങളും ചോദിക്കുന്നുണ്ട്. അതിനുള്ള ഉത്തരമായിട്ടാണ് ഈ പറയുന്നത്. നന്ദി, നമസ്കാരം.